കേരളത്തിൻ്റെ ചരിത്രത്തിലെ അങ്ങേയറ്റത്തെ കേരളത്തിന് പരിചിതമില്ലാത്ത ഹേറ്റ് സ്പീച്ചുകൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. വിദ്വേഷ പ്രസംഗവും മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങളും നടത്തിയിട്ടുള്ള ഒരാളാണ് ശ്രീ സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് പ്രവേശനം നൽകുന്നതിലൂടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് ശ്രീ വി ഡി സതീശൻ ആൻഡ് കമ്പനി വ്യക്തമാക്കണം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരുടെ നിലപാട് വ്യക്തമാക്കണം. ഇവിടെ സന്ദീപ് വാര്യർക്ക് വേണ്ടി കോൺഗ്രസിന് വേണ്ടി സജീവമായി നിലപാട് സ്വീകരിക്കുന്ന മറ്റു ചില സംഘടനകളുണ്ട്. ആ സംഘടനകളും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. ഇത് അങ്ങേയറ്റം തെറ്റായ ഒരു സന്ദേശമാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് കോൺഗ്രസ് ഇന്നത്തെ ദിവസത്തോടു കൂടി നൽകിയിരിക്കുന്നത്. ഇതേ സന്ദീപിനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു. അത് നിങ്ങൾ മാന്യനാണെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ പല വിശേഷണങ്ങളും CPM നേതാക്കൾ നൽകിയിരുന്നു. അപ്പോഴൊന്നും എന്തായിരുന്നു ഈ സന്ദീപിനെ കുറിച്ച് ഇങ്ങോട്ട് അഭിപ്രായം ഉണ്ടാവാതെ പോയത്? CPIMലേക്ക് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ വസ്തുതാപരമായ പിശകുണ്ട്. CPIMലേക്ക് ഒരാളും സ്വാഗതം ചെയ്തിട്ടില്ല. സന്ദീപ് നല്ല വ്യക്തിയാണ് എന്നുള്ള അഭിപ്രായമല്ലേ നേരത്തെ പറഞ്ഞെന്ന് പറഞ്ഞത്. വ്യക്തിപരമായ അല്ല ഞങ്ങൾ കാര്യങ്ങളെ കാണുന്നത് എന്ന് CPIMൻ്റെ നേതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ശരിയാണ്, വ്യക്തിപരമായല്ല ഞങ്ങൾ കാണുന്നത്. ഒരാൾ ഒരു നിലപാടെടുക്കുന്ന അയാൾ നിൽക്കുന്ന രാഷ്ട്രീയത്തോട് ചേർന്നാണ്. ഇത്തരത്തിലുള്ള നിലപാടുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ തർക്കമില്ല. CPIMൻ്റെ പൊതു നിലപാടാണത്. ഒരാളെ സംബന്ധിച്ച് ഒരു വ്യക്തി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്ന നിലയിലാണ്. പക്ഷേ സന്ദീപിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകമായൊരു പരിശോധനയ്ക്ക് ഞങ്ങളുടെ പാർട്ടി തയ്യാറായിട്ടുണ്ടാകുമെന്ന് കരുതിക്കോ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. CPIMനെ പോലൊരു പാർട്ടി അത് സംബന്ധിച്ച് ഈ പറയുന്നൊരു കാര്യത്തിൽ എനിക്കിപ്പോൾ എല്ലാം നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. വളരെ കൃത്യമായ ചില പരിശോധനകളും ചില ആലോചനകളും നടത്തിയിട്ടുണ്ടാകാം എന്ന് നിങ്ങൾ കരുതിക്കോളൂ. അപ്പോൾ പൊതുസമൂഹത്തിന് നമ്മൾ ഇത്തരത്തിലൊരു സ്റ്റെപ്പ് എടുക്കുന്നതിലൂടെ പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുന്ന നിലപാടെന്നാണ്. പൊതുസമീപനം ഇത് തന്നെയാണ്. വ്യക്തിപരമായിട്ടല്ല ഞങ്ങൾ ആരെയും കാണുന്നത്. BJP പ്രവർത്തിക്കുന്നയാളെയോ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നയാളെയോ വ്യക്തിപരമായ ഒരു കള്ളിയിൽ അല്ല ഞങ്ങൾ കാണുന്നത്. അതുതന്നെയാണ് സഖാവ് AK ബാലനായാലും നിങ്ങൾ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ ഭാഗത്ത് വന്ന അഭിപ്രായങ്ങളെല്ലാം. അപ്പോഴൊന്നും ആരും സ്വാഗതം ചെയ്തിട്ടില്ല കേട്ടോ. CPMലേക്ക് ഒരാളും സ്വാഗതം ചെയ്തിട്ടില്ല. എന്നോട് പലപ്പോഴും ചോദിച്ചപ്പോൾ അദ്ദേഹം നിലപാട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അഭിപ്രായത്തിന് ഇപ്പോൾ പ്രസക്തിയേയില്ല എന്നാണ് പറഞ്ഞത്. പൊതു നിലപാട് അത് തന്നെയാണ് ഞങ്ങളുടെ പൊതു നിലപാട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സവിശേഷമായൊരു ചർച്ചയുടെ ആവശ്യകതയുണ്ട്, സവിശേഷമായൊരു സമീപനത്തിൻ്റെ ആവശ്യകതയുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നതിന് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുകയല്ലാതെ മറ്റു വഴിയില്ല എന്ന പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. തന്നെയുമല്ല, എനിക്ക് ഓർമ്മയുണ്ട് മാതൃഭൂമിയുടെ ഒരു ചർച്ചയിൽ ഫ്ലോറിൽ ഞാനും അദ്ദേഹവും ഇരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ രാഷ്ട്രീയമായല്ല മറിച്ച് എൻ്റെ പേരിൻ്റെ മതത്തെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. എൻ്റെ പേരിൻ്റെ മതം മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, ഷംസീർ അദ്ദേഹം പറഞ്ഞ വാചകം ഏതാണ്ടതാണ്. ഇപ്പോൾ വന്ന് CPIMൽ MV ഗോവിന്ദൻ മാഷും ആനത്തലവട്ടം ആനന്ദനുമെല്ലാം മാറി PA മുഹമ്മദ് റിയാസും AA റഹീമും AN ഷംസീറുമൊക്കെയാണ് ഇപ്പോൾ കൈയടക്കിയിരിക്കുന്നത് എന്ന് ചർച്ചയിൽ പറഞ്ഞു. അതിനോട് ഞാൻ അന്ന് വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഞാനതൊരു ഉദാഹരണം പറയുകയാണ്, എൻ്റെ വ്യക്തിപരമായ അനുഭവം. അതുപോലെ ഒട്ടേറെ കാര്യങ്ങൾ കേരളത്തിൽ ഇതുപോലെ സാമുദായിക സ്പർദ്ധ, ഹേറ്റ് സ്പീച്ച് പാലക്കാട് ജില്ലയിൽ ഒരു ആന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ CPIMൻ്റെ മുമ്പിൽ ഞങ്ങളുടെ പൊതു നിലപാടിന് പുറത്ത് സന്ദീപിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകമായ പരിശോധനയുടെ ആവശ്യകത വന്നിട്ടുണ്ട്. എല്ലാവരെയും നമ്മൾ അങ്ങനെ പോലെ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി പല നിലപാടും രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ശക്തമായി ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. വാദപ്രതിവാദങ്ങൾ തീപ്പൊരി ചിന്തിയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് പിന്നെ സ്വീകരിക്കാം എന്ന പൊതു നിലപാടാണ് ഞങ്ങൾക്ക് പൊതുവിലുള്ളതെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ, സന്ദീപിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നടത്തിയ ഞാനീ പരാമർശിച്ച ഒട്ടേറെ ഹേറ്റ് സ്പീച്ചുകൾ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രത്യേകമായ വിവേകപൂർണമായ ഒരു പരിശോധന അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആവശ്യമായി വന്നിട്ടുണ്ട്. CPIM പോലൊരു പാർട്ടി അക്കാര്യത്തിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന മാതൃകാപരമായ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഭാവിയിൽ കാലം അടയാളപ്പെടുത്തും. അല്ല, ഒരു കാര്യം, ഒരു മിനിറ്റ് അത് പറയേണ്ടത് ഞാനല്ല, അത് CPMൻ്റെ നേതൃത്വം പറയും. നിങ്ങളത് മനസ്സിലാക്കേണ്ട കാര്യം ആലോചന നടന്നിരുന്നു എന്നുള്ളതാണ്. എന്താ സന്ദീപ് വാര്യരെ പാർട്ടിയിലേക്ക് എടുക്കുന്ന ഒരു ആലോചന നടന്നു? സന്ദീപ് വാര്യരെ പാർട്ടിയിലേക്ക് എടുക്കുന്ന ഒരു ആലോചനയും നടന്നിട്ടില്ല. പറയട്ടെ അല്ല, കേൾക്കൂ. നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ, നിങ്ങൾ തന്നെ അന്വേഷിക്കുക. എല്ലാം എന്നെ കൊണ്ട് പറയിപ്പിക്കായിരിക്കും. പിന്നെ സന്ദീപ് വാര്യർ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഈ കേരളത്തിൽ നിങ്ങൾ ആലോചിക്കൂ, ഇന്നത്തെ കോൺഗ്രസിൽ ഞാൻ K മുരളീധരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണ്. K മുരളീധരനോട് കുറച്ചാൾ മുമ്പ് മാധ്യമപ്രവർത്തകർ സന്ദീപിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടത്തുള്ളവർക്ക് തന്നെ ഗതിയില്ല, പിന്നെയാണോ പുറത്തുനിന്ന് വരുന്നവർ എന്ന നിലയിൽ പറഞ്ഞു. അപ്പോൾ കേരളത്തിൽ
ഒരു പാർട്ടിയിൽ നിന്ന് മാറണമെന്ന് ആലോചിക്കുന്ന ഒരാളുടെ ലാസ്റ്റ് ചോയ്സാണ് കോൺഗ്രസ്. അതിലാർക്കും തർക്കമില്ലല്ലോ. ലാസ്റ്റ് ചോയ്സാണ് കോൺഗ്രസ്. ബാക്കിയെല്ലാം ഞാൻ പറയുന്നില്ല, അങ്ങനെ പറയാനും പാടില്ല. പക്ഷേ ഒരു കാര്യം, കേരളത്തിലെ CPIM പ്രവർത്തകർക്ക്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്നെ CPIM മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ളതെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആസ് എ ഹോൾ, അതിലെ പ്രവർത്തകർക്ക്, സഖാക്കൾക്ക് അങ്ങേറ്റം അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണിത്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. അതിൻ്റെ കാര്യം എന്താ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതെങ്ങനെയെന്നറിയാമോ? അല്ല, അങ്ങനെയല്ല സമീർ. എങ്ങനെയാണ്? അല്ല, അത് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ രണ്ട് കാര്യങ്ങളോടും പ്രതികരിക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞങ്ങൾ ആളുകളെ വ്യക്തിപരമായല്ല കാണുന്നത്. ഈ പറയുന്ന എന്നോട് വളരെ കമ്മ്യൂണൽ ഹേറ്റ് സ്പീച്ച് എന്നോട് തന്നെ നടത്തിയ വളരെ വൈകാരികമായാണ് ഞാനന്ന് പ്രതികരിച്ചത്. ശ്രീ സന്ദീപിൻ്റെ അമ്മ മരിച്ച സമയത്ത് അദ്ദേഹത്തെ ഫോൺ ചെയ്ത് ആശ്വസിപ്പിച്ച ഒരാളാണ് ഞാൻ. മനസ്സിലായല്ലോ. ഞങ്ങൾ വ്യക്തികളെ കാണുന്നത് രാഷ്ട്രീയമായി മാത്രമല്ല, വ്യക്തികളായി കൂടിയാണ്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള അഭിപ്രായം പറയുന്നു, അത് ഞങ്ങളുടെ പൊതുനിലപാടാണ്. പൊതുനിലപാടാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയേറെ ഹേറ്റ് സ്പീച്ചുകൾ നടത്തുന്ന ഒരാൾ, ആ ആളുടെ കാര്യത്തിൽ നമ്മൾ എടുക്കുന്നത് കുറേ കൂടി അവധാനതയോടെ ചിന്തിക്കും. കാരണം എന്താ ഒരാളെ ഇപ്പോൾ ഡോക്ടർ സരിനെ CPIMലേക്ക് സ്വീകരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നമ്മൾ മത്സരിക്കുന്നു. അത് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്നൊരു പൊതു ആലോചന നടത്താതെ ഞങ്ങൾ സ്വീകരിക്കില്ലല്ലോ. അപ്പോൾ അത്തരമൊരു ആലോചന ഡോക്ടർ സരിനെ അല്ലെങ്കിൽ വേറൊരാളെ നമ്മൾ രാഷ്ട്രീയമായി സ്വീകരിക്കുന്നത് പോലെയല്ല. കാരണം വ്യക്തിപരമായി പിണറായി വിജയനെയോ അല്ലെങ്കിൽ MP ഗോവിന്ദൻ മാസ്റ്ററെയോ പാർട്ടി നേതാക്കളെയോ അല്ലെങ്കിൽ CPIMനെയോ രാഷ്ട്രീയമായി കടന്നാക്രമിക്കുന്നതല്ല നമ്മുടെ പ്രശ്നം. ഞങ്ങളുടെ പ്രശ്നം CPIM പ്രഥമ പരിഗണനയെ കാണുന്നത് നമ്മുടെ കേരളം ഉണ്ടാകണം, പൊതുസമൂഹം ഇവിടെ ഉണ്ടാകണം. അപ്പോൾ ഇങ്ങനെ സാമുദായിക സ്പർദ്ധ, അത് ചെറിയ സ്പർദ്ധയല്ല, തത്തുല്യമായൊരു സ്പർദ്ധ ഒരുപക്ഷെ ശശികല ടീച്ചറോ VHPയുടെയോ ബജരംഗദളിൻ്റെയോ നേതാക്കളൊക്കെ നടത്തിയിട്ടുണ്ടാകാം. അപ്പോൾ അത്തരത്തിൽ വളരെ ഹീനമായ BJP പൊളിറ്റിക്സിനുള്ളിൽ നിൽക്കുമ്പോൾ പോലും BJP പൊളിറ്റിക്സിനുള്ളിലെ തീവ്രവർഗീയ നിലപാട് എപ്പോഴും സ്വീകരിച്ചിരുന്ന ഒരാൾ, ആ ആളെ CPIM സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു പാർട്ടിയും സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, അയാൾക്ക് കോൺഗ്രസ് മാത്രമേ അഭയമാണ് എന്നുള്ളതെങ്കിൽ കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്താണ്? ഇടതുപക്ഷം നൽകുന്ന സന്ദേശം